മൊബൈലിൽ നമുക്കൊരു രഹസ്യ ഫോൾഡർ നിർമ്മിച്ചാലോ? അറിയാമോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ മൊബൈലിൽ നമുക്കൊരു സീക്രട്ട് ഫോൾഡർ നിർമ്മിക്കാൻ സാധിക്കും. ഇതിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെന്റ്സ് എല്ലാ ഫയലുകളും നിങ്ങൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കാനും സാധിക്കും. എങ്ങനെയാണ് ഒരു രഹസ്യ ഫോൾഡർ നിർമ്മിക്കുക, ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ, അതായത് എങ്ങനെ ഒരു സീക്രട്ട് ഫോൾഡർ നിർമ്മിക്കാം എന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ ആൻഡ്രോയിഡ് മൊബൈലിലും മൈ ഫയൽ എന്ന ഒരു ഫയൽ മാനേജർ ഉണ്ടാകും. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇവിടെ ഇന്റർണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ SD കാർഡ് ഉപയോഗിക്കുന്നെങ്കിൽ അതും കാണിക്കും. ഇവിടെ രണ്ടിലും നമുക്ക് രഹസ്യ ഫോൾഡർ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഷോ ഹിഡൻ സിസ്റ്റം ഫയൽ എന്ന ഭാഗം കാണും. അവിടെ ഓഫിലാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം എവിടെയാണ് നിങ്ങൾക്ക് രഹസ്യ ഫോൾഡർ നിർമ്മിക്കേണ്ടത്? SD കാർഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റോറേജ്. എനിക്ക് SD കാർഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇന്റേണൽ സ്റ്റോറേജ് തിരഞ്ഞെടുക്കുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മുടെ ഒരുപാട് ഫോൾഡറുകൾ കാണാൻ സാധിക്കും. ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ഫോൾഡർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു പുതിയ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതിനൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. പേര് എഴുതിയതിന് ശേഷം ഇവിടെ ആദ്യത്തെ ഭാഗത്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഡോട്ട് ഇട്ടാൽ മാത്രമേ രഹസ്യ ഫോൾഡർ ആകുകയുള്ളൂ. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ ഇവിടെ മുകളിൽ കാണാം. ഒന്ന് ഹൈഡ് ആയതുപോലെ ഉണ്ടല്ലോ. ഓക്കെ, ആ രൂപത്തിൽ ഒരു ഫോൾഡർ വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സബ് ഫോൾഡറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറുകൾ ഇതിൻ്റെ അകത്ത് നിർമ്മിക്കാൻ സാധിക്കും. ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇവിടെ ക്രിയേറ്റ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ് ഫോൾഡറായിട്ട് നിങ്ങൾക്ക് എന്ത് ഫോൾഡറാണ് വേണ്ടത് അതിനൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ഒരു ഫോൾഡർ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്രിയേറ്റ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. വീണ്ടും മറ്റൊരു പേര് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ വീഡിയോ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് എന്ന ഭാഗം കൊടുത്തു. ഇവിടെ 2 ഫോൾഡർ ആയിട്ടുണ്ട്. അങ്ങനെ എത്ര ഫോൾഡർ വേണമെങ്കിലും ഈ ഒരു രഹസ്യ ഫോൾഡറിൻ്റെ അകത്ത് സബ് ഫോൾഡറായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് ഞാനിപ്പോൾ ഗാലറി തുറന്നിട്ട് നിങ്ങൾക്ക് ഇമേജ് എന്ന ഭാഗത്ത് ഫോട്ടോസ് കാണിച്ചു തരാം. കണ്ടോ, 2 ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ്. ഇത് ഞാൻ ഹൈഡ് ചെയ്യാൻ പോവാണ്, അതായത് രഹസ്യ ഫോൾഡറേക്ക് മാറ്റാൻ പോവാണ്. അതിനായിട്ട് ഞാൻ വീണ്ടും ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ആ ഒരു ഫോട്ടോസ് കാണാൻ സാധിക്കും, 2 ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ. ഞാനത് രണ്ടും ഇവിടെ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ മൂവ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ കാണുന്നുണ്ടെന്ന് നോക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇവിടെ സെർച്ച് ബാർ ഉണ്ട്. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ എന്താണ് പേര് കൊടുത്തത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെയാണ് കൊടുത്തത്. കണ്ടോ, ഏറ്റവും മുകളിൽ ആ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അതിൻ്റെ അകത്തുള്ള സബ് ഫോൾഡർ കാണാൻ സാധിക്കും. ഏതിലകത്താണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകേണ്ടത്? ഞാനിപ്പോൾ ഫോട്ടോസ് സെലക്ട് ചെയ്തു. മൂവ് ഇയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ആ 2 ഫോട്ടോ ഇവിടെ നിന്ന് ഹൈഡായി. കണ്ടോ, ഇപ്പോൾ ആ ഗാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് എന്ന ഭാഗത്ത് ആ 2 ഫോട്ടോസും ഇല്ല. ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇന്റേണൽ സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എൻ്റെ പേരുള്ള ആ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 2 ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഗാലറിയിലുള്ള ഫോട്ടോസ് തൽക്കാലത്തേക്ക് ഹൈഡ് ആയിട്ടുണ്ട്. പക്ഷേ ഫയൽ മാനേജറിൽ ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത ആർക്കും ആ ഒരു ഫോട്ടോ കാണാമല്ലോ. ആ ഫോൾഡർ നമുക്ക് ഹൈഡ് ചെയ്യാം. ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഷോ ഹിഡൻ സിസ്റ്റം ഫയൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയും ആ ഒരു ഫോൾഡറോ ഫയലുകളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. വീണ്ടും അത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽ എന്ന ഭാഗത്ത് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് വന്നിട്ട് ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത ഫയലുകൾ കാണാൻ സാധിക്കും. തിരിച്ച് വീണ്ടും ഗാലറിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? അതിനായിട്ട് വീണ്ടും അവിടെ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് 2 മാർക്ക് ചെയ്യുക. ഇവിടെ താഴെ മൂവ് എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ DCIM എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. DCIM കണ്ടോ, ആ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക.
സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൂവ് ഹിയർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് രണ്ടും അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോസിൽ അത് ഇല്ല. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഇമേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഒരു ഫ്ലവേഴ്സ് അതേ സ്ഥലത്ത് തന്നെ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള ഫയലുകളൊക്കെ തന്നെ നിങ്ങൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ ഇതുപോലെ ഒരു രഹസ്യ ഫോൾഡർ നിർമ്മിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.